ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. വയക്കര പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും KP നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അബ്ദുള്ള സാഹിബ് എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള രണ്ടാമത് ഉമ്മൻചാണ്ടി സ്മാരക വോളിക്ക് പാടിയൊട്ടിച്ചാൽ നെഹ്റു ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ രവി പൊന്നമ്പയൽ സ്വാഗതം ആശംസിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സ്നേഹം നിറഞ്ഞ മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ, ഇവിടെ കളി ആസ്വദിക്കുവാൻ വേണ്ടി നല്ല മനോഹരമായ വോളിബോൾ മത്സരം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ കലാസ്നേഹികളെ, കായിക സ്നേഹികളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ ബഹുമാനനായിരുന്ന കേരളത്തിന്റെ ജനകീയ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ നടക്കുന്ന വോളിബോൾ ടൂർണമെന്റ് വയക്കര പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും KP നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റും നാം അധിവസിക്കുന്നവർക്ക് കൊണ്ടുവന്ന് നടത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും നല്ല നല്ല കളി പ്രാക്ടീസ് ഉള്ളവരെ കൊണ്ടുവന്ന് നല്ല നല്ല മത്സരങ്ങൾ നമ്മുടെ പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് വലിയ വലിയ കളിക്കാരുടെ കളികൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അതിനുള്ള അവസരമാണ് ഇവിടെ രണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി ഒരുക്കിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ ഒന്നുകൂടി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രാധാന്യം അറിയിക്കുക. ഇന്ന് നമുക്ക് ഇത്തരം മത്സരങ്ങൾ ഇവിടെ മഹേഷ് ഇവിടെ സൂചിപ്പിച്ചു. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വോളിബോൾ മത്സരവും മറ്റ് ഫുട്ബോൾ ആയാലും മറ്റ് മത്സരങ്ങളൊക്കെ തന്നെ നിരന്തരമായി നടന്ന പ്രദേശങ്ങളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ അത്തരം മത്സരങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ മറ്റുള്ള രംഗങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ കടന്നു പോകുന്ന ഒരു കാഴ്ച, അത് നമ്മളെ ഭയാനകമായ ഇന്ന് ലഹരിക്ക് അടിമയായി, അതുപോലെ മറ്റ് ഇത്തരം കലാസ്വാദനങ്ങൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് P. കൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞമ്പു നായർ, M. ഉമ്മർ, TP ചന്ദ്രൻ, തുണ്ടിയിൽ കുട്ടിച്ചൻ, സുധീർ ബാബു തുടങ്ങിയവരും രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരും ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒരു മിനിറ്റിനകം ഇവിടുത്തെ എല്ലാ ലൈറ്റുകളും ഒന്ന് അടച്ചു വെക്കുക. താങ്ക് യു. ഒരു പൗരൻ എന്ന നിലയിൽ ഭീകരവാദത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഭീകരവാദം മനുഷ്യരാശിക്ക് ഭീഷണിയാണ്. അത് നമ്മുടെ ഒന്നിച്ചുള്ള സംസ്കാരത്തെയും സമാധാനത്തെയും തകർക്കാൻ ശ്രമിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭീകരവാദത്തിനെതിരെ ഞാൻ എപ്പോഴും ജാഗ്രത പാലിക്കുന്നു. ഇതിന്റെ ദുഷ്പ്രഭാവങ്ങളെ മറികടക്കാനും ശാന്തിയും ഐക്യവും നിലനിർത്താനും വേണ്ടി ഞാൻ എന്റെ പങ്ക് വഹിക്കും. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാനവ സൗഹാർദ്ദവും ഇന്ത്യയുടെ മതേതരത്വവും തകർക്കുന്ന ഭീകരവാദം ഇല്ലായ്മ ചെയ്യാൻ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ രാജ്യത്തിന് വേണ്ടി പ്രയത്നിക്കും. ഭീകരവാദമില്ലാത്ത എല്ലാവരും ആദരിക്കാൻ ബഹുമാനിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ തിങ്കളാഴ്ച വിട്ടുവച്ചിരിക്കുകയാണ്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സുവഹിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം അനുശോചനവും ഈ കമ്മിറ്റിയുടെ പേരിലും ഇവിടെ ചേർന്ന മുഴുവൻ കായിക പ്രേമികളുടെയും സഹപ്രവർത്തകരുടെ പേരിൽ അനുശോചനം അറിയിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്നലെ ആളുകളുടെ നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കുന്നതാണ്.
അതിനോടൊപ്പം തന്നെ നമ്മുടെ ദീപം തെളിച്ചുകൊണ്ട് ഭീകരർക്കെതിരായിട്ടുള്ള ഭീകരപ്രവർത്തനം എന്നേക്കുമായി നമ്മുടെ രാജ്യം തുടച്ചേക്കണം എന്നതുകൊണ്ട് തന്നെ ഒരു ഭീകരവിരുദ്ധ പ്രതിജ്ഞ ഇവിടെ ദീപം തെളിച്ചതിനു ശേഷം നടക്കുന്നതാണ്. അതിനുശേഷം ബഹുമാന്യ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതാണ്. ഇന്നിവിടെ ആരംഭം കുറിക്കാൻ പോകുന്നത് ഈ വോളിബോൾ ഏറെ പ്രിയങ്കരായ വോളിബോൾ പ്രേമികൾക്ക് ഒരു അനർഹമായ നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നും മികച്ച കളി ആസ്വദിക്കാനായി നിങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് നല്ല ഉറപ്പുണ്ട്. ആ രീതിയിലുള്ള മികച്ച ടീമുകളെ തന്നെയാണ് നമ്മൾ കോർത്തിണക്കി ഇവിടെ മത്സരത്തിനായി എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ആ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. നേരത്തെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാം മനസ്സിലൊരു ഇടുത്തി പോലെ നമ്മുടെ രാജ്യത്തിനെതിരായ ഒരു ഭീകരാക്രമണം ഇന്നലെ നടന്നു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏറെ പ്രതിഷേധവും വേദനയും ഒക്കെയുള്ള ആ ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.